നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ബംഗാളിൽ നിന്ന് മമതാ ബാനർജിയുടെ ഒരു പ്രതികരണം വന്നു. അവർ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമൊന്നും ആയിരുന്നില്ല, അവരുടെ യോഗങ്ങളിലൊന്നും അങ്ങനെ കാര്യമായി പങ്കെടുത്തിരുന്നുമില്ല. പക്ഷേ ഫലം വന്നു കഴിഞ്ഞപ്പോൾ മമതാ ബാനർജി പറഞ്ഞു, നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകണം, അങ്ങനെയാണെങ്കിൽ പിന്തുണ കൊടുക്കാം എന്ന് പറഞ്ഞു. രാധാകൃഷ്ണൻ, എന്താണ് മമത പറഞ്ഞതിൻ്റെ രാഷ്ട്രീയം? വളരെ സിമ്പിളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും പ്രധാനമന്ത്രിയാകാനായിട്ട് മമതയുടെ സമ്മതം ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ നേതാവും എൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും രാഹുൽ ജി ആണ് എന്ന് ഖാർഗെ ജി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അപ്പോൾ അതായത് ഈ ഇന്ത്യക്ക് സഖ്യം, ആ സഖ്യത്തിൽ തന്നെ പണ്ടും ഐക്യമില്ല, ഇപ്പോഴും ഐക്യമില്ല ആര് പ്രധാനമന്ത്രി ആകണം എന്ന കാര്യത്തിൽ. പിന്നെ ഇവർക്ക് ഇനി ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മമതയുടെ കൂടി പിന്തുണ ഇല്ലാതെ ഉണ്ടാക്കാനായിട്ട് സാധ്യമല്ല, അല്ലാതെ സാധിക്കില്ല. വെറുതെ അവിടെ ഇവിടേക്ക് നിന്നിട്ട് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുമെന്ന് ഈ ടി വി ചർച്ചയിൽ മറ്റേ അവതാരകർ പറയുന്ന രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം അതിന് എന്തെങ്കിലും ബേസ് ഉണ്ടാകണ്ടേ? ഒരു ബേസും ഇല്ല. അപ്പം മമത ഒരു കാരണവശാലും ഇവരെ അംഗീകരിക്കില്ല. ഒന്ന്, മമത അതുപോലെ തന്നെയാണ് CPM-നെ അംഗീകരിക്കാത്തത്. CPM കോൺഗ്രസിനെതിരെയുള്ള മമതയുടെ പ്രധാനപ്പെട്ട ആരോപണം അവർ CPM-കാരോടൊപ്പം ചേർന്ന് നിന്നു എന്നുള്ളതാണ്. ബംഗാളിൽ മമതയ്ക്കെതിരെ CPM-കാരോട് ഒപ്പം ചേർന്ന് നിന്ന് മമതയുടെ സർക്കാരിനെയും മമതയുടെ രാഷ്ട്രീയത്തെയും എതിർക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ എതിർക്കുന്ന ഒരു പാർട്ടിയെ അവർക്ക് അംഗീകരിക്കാൻ നിർവാഹമില്ല. അവരത് പറഞ്ഞു. അതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒറ്റ പ്രസ്താവന കൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ മന്ത്രിസഭാ രൂപീകരണ മോഹമോ ദുർമോഹമോ ആണ് മമത ഇല്ലാതാക്കിയത്. ഇതാണ് ഇതിൻ്റെ ചുരുക്കം. അതോ അവരാ പറഞ്ഞതിൽ നിതീഷ് കുമാർ നിഷേധിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാകാൻ ഞാൻ തയ്യാറാണ് എന്നർത്ഥമുണ്ടോ? ആ അർത്ഥവും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ സംഭവം ഉണ്ടല്ലോ, ഒരു ആകാശത്തിലെ ചർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം NDAക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ പിന്നെ വേറൊരു മന്ത്രിസഭയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നത് അർത്ഥമില്ല. അപ്പം മമതാ ബാനർജി ഒരു ലൈൻ കൂടെ ഉണ്ട് അവർ പറയാതെ പറഞ്ഞത്, ഈ നിതീഷ് കുമാറിനെ NDAയിൽ നിന്ന് അടർത്തിയെടുത്താൽ NDAക്ക് ഭൂരിപക്ഷം ഇല്ലാതെയാകും. അപ്പോഴേ ഇപ്പുറത്ത് തികയുള്ളൂ. ഇപ്പുറത്തും വരണപ്പരങ്ങളിലാണ് 224, 26 ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ നിതീഷ് കുമാറിനെ ഇങ്ങോട്ട് എടുക്കുക, അതിന് പരസ്യമായിട്ടൊരു വെടി പൊട്ടിച്ച് നോക്കാൻ വരുന്നെങ്കിൽ വരട്ടെ, പോയെങ്കിൽ പോയി, ഏതായാലും പോയി കിടക്കുക, ഇങ്ങനെ ഒരു ഇതുമുണ്ട്. ഇനി നിതീഷ് കുമാർ പിളർന്ന് അപ്പുറത്തേക്ക് പോയും തന്നെ വയ്ക്കുക, പോകാൻ മടിയുള്ള ആളൊന്നുമല്ല പുള്ളി. ഈ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ കോയലീഷൻ മിനിസ്ട്രി, ഈ VP സിംഗിൻ്റെ കാലം മുതൽ ആലോചിച്ച് നോക്കുക, കോയലീഷൻ മിനിസ്ട്രിയിൽ ഏറ്റവും കഴിവ് കുറഞ്ഞവനായിരിക്കും പ്രധാനമന്ത്രി, കഴിവുള്ളവനെ ആക്കില്ല. ലീസ്റ്റ് നെഗറ്റീവ് ഉള്ളവനെ പിടിച്ച്, അങ്ങനെയാണ് ദേവഗൗഡ ഒരു കൺസെൻസസ് പ്രധാനമന്ത്രി. അല്ല, ദേവഗൗഡ കഴിവുണ്ടായിട്ടില്ല. അല്ല, ഗുജറാത്ത് അന്ന് സാർ ആലോചിച്ച് നോക്ക്, സമാജ്വാദി പാർട്ടി 24 സീറ്റോ മറ്റോ ഉണ്ട്. ഏറ്റവും വലിയ പാർട്ടി അവരാണ്. മുലായം സിംഗ് യാദവ് ഏറ്റവും ശക്തനായ നേതാവാണ്, എക്സ്പീരിയൻസ്ഡ് ആളാണ്, ഒക്കെയാണ്. മുലായം സിംഗ് യാദവാണ് എല്ലാം കൊണ്ടും യോഗ്യൻ പ്രധാനമന്ത്രിയാവാൻ. പക്ഷേ ആയത് മണ്ണിനും ചുണ്ണാമ്പിനും പ്രാപ്തിയില്ലാത്ത ദേവഗൗഡയാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മീഡിയോക്കർ സാധനത്തെ അത് പ്രൊജക്റ്റ് ചെയ്യും ജനാധിപത്യത്തിൽ. കൺസെൻസസ് വരണ്ട്. അപ്പോൾ ഇവനിച്ചിരി ഷാർപ്പ് എഡ്ജൊക്കെ ഉള്ളവനാണ്, തൻ്റെ അടിയാണ്. അപ്പോൾ സാറ് വേണ്ടാന്ന് പറയും. സാറ് പറയുന്നവന് ഞാൻ നോക്കിക്കഴിയുമ്പോൾ അവൻ തൻ്റെ അടിയാണ്, വേണ്ടാന്ന് പറയും. ഒടുവിൽ നമ്മൾ ഒരു മണഗുണാഞ്ചനം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും അവൻ മതി. കാരണം നമ്മൾ 3 പേരും പറഞ്ഞാൽ അവൻ കേൾക്കും. ഈ പറഞ്ഞ സവിശേഷതയുള്ള ഈ മണഗുണാഞ്ചൻ അങ്ങനെയുള്ള ഒരാൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഞാൻ കാണിക്കാൻ പറ്റും, പക്ഷെ ഞാനത് പറയുന്നില്ല. മാന്യത വിചാരിച്ച് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം കേരളത്തിലും മത്സരിച്ചിരുന്നോ? സാർ, ഈ ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്, പ്രത്യേക ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട്. കേരളത്തിലും മത്സരിച്ചിരുന്നു വേണമെങ്കിൽ സങ്കല്പിച്ചോളൂ. ഈ രാധാകൃഷ്ണൻ, ഈ മമത
ഈ ക്ഷണം എന്തുകൊണ്ടാണ് ചന്ദ്രബാബു നായിഡുവിന് കൊടുക്കാതിരുന്നത്? ചന്ദ്രബാബു നായിഡു വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇത് രണ്ടാം പ്രാവശ്യം അദ്ദേഹം BJP-യുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം ഭരിച്ചുകൊണ്ട് പോകണം. അതിന് BJP-യുടെ സഹായം കൂടിയേ കഴിയൂ. അത് തീർച്ചയായിട്ടും BJP-യുടെ സഹായത്തോടു കൂടി നിൽക്കാൻ പോകുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോവുകയാണ് അദ്ദേഹം എന്തിനാണ് വെറുതെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നതാണ് എന്തായാലും ഒരു ക്യാബിനറ്റിൽ അവിടെ പോയിട്ട് ഒരു മന്ത്രിയായിട്ടിരിക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നതാണ്. നായിഡുവിന് അത് മതി. അതിന് നായിഡു സംതൃപ്തനാണ്. പിന്നെ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ അയാൾക്ക് പ്രധാനമന്ത്രിയാണ്, അതാകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇത് വരുന്നത്? അപ്പോൾ അദ്ദേഹത്തെ കിട്ടില്ല. പിന്നെ നിതീഷ് കുമാർ ഈ പറയുന്ന രീതിയിൽ പഴയ നിതീഷ് കുമാർ അല്ല ഇപ്പോഴത്തെ നിതീഷ് കുമാർ. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വിൽ പവർ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലം മറ്റേ ബീഹാറിൽ തന്നെ ഇരുന്ന് ഇതിൻ്റെ സംവിധാനത്തിൽ അങ്ങോട്ട് പോകണം എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊരു മോഹം അദ്ദേഹത്തിന് ഇല്ല. പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ഒഡീസയിൽ, ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ചിരുന്നത് ഒറീസ എന്നായിരുന്നു. ആ പോയിട്ട് ഡി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒഡീസയിൽ 78 സീറ്റോട് കൂടിയിട്ട് BJP-യുടെ ഒരു ഗവൺമെൻറ്റും വരെയാണ്. അപ്പോൾ നമ്മുടെ ചാനലുകളിലെ പണ്ഡിതന്മാർ പ്രചരിപ്പിക്കുന്ന രീതിയിലും പ്രവചിക്കുന്ന രീതിയിലും, കാരണം അത് ചാനൽ പണ്ഡിതന്മാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ മഹാഭൂരിപക്ഷം പേരും വിദ്യാഭ്യാസ കാലത്ത് ഏതെങ്കിലും കാരണവശാൽ SFI സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരാണ്. അന്ന് ആ കാലത്ത് എല്ലാവരും വിശ്വസിക്കുന്ന SFIയിൽ പോകുന്നവരൊക്കെ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ വിപ്ലവം വരുത്താൻ കഴിയും, സായുധ വിപ്ലവം വരും എന്നാണ് നമ്മുടെ പാർട്ടി ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും നടന്നിരുന്നത് ചെഗുവേരയാണ് ഇവരുടെ ഏറ്റവും വലിയ ആരാധ്യൻ. അപ്പോൾ ബൊളീവിയൻ കാടുകളിലൂടെ ചെഗുവേര നടന്നതിനെക്കുറിച്ച് എല്ലാവരും പ്രസംഗിക്കും ഇവരുടെ ഇതിൽ. അപ്പോൾ എന്നിട്ട് ആ പ്രസംഗം കേട്ട് കഴിയുമ്പോഴേക്കും ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർക്ക് ബൊളീവിയൻ കാർഡുകളില്ല. പിന്നെ മഹാരാജാസ് കോളേജ് ക്യാമ്പസിനുള്ളിലൂടെ ചെഗുവേര ബൊളീവിയൻ കാർഡുകളിലൂടെ നീങ്ങിയിരുന്നതിനെ അനുകരിച്ച് നീങ്ങി വന്നതിന് ശേഷം, അല്ലെങ്കിൽ വേറൊരു ക്യാമ്പസിൽ വന്നതിന് ശേഷം ഇതാകുന്നവരാണ്. വേറൊരു സ്ഥലത്ത് അവർ ചെയ്തു എന്ന് EV ശ്രീധരൻ എഴുതിയിരുന്നു. ഈ കാഞ്ഞിരപ്പള്ളിയിൽ റബ്ബർ എസ്റ്റേറ്റിൽ കൂടെ ആകാശത്തേക്ക് വെടിവെച്ചാൽ വിമാനങ്ങൾക്ക് നമ്മളെ കാണാൻ പറ്റില്ല, പക്ഷേ വിമാനത്തെ നമുക്ക് കാണാം. അങ്ങനെ വെടിവെച്ച് പരിശീലിച്ചവരാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചിലത് കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം സാറിന് വരുന്നില്ലേ? അത് EM ശ്രീധരൻ അല്ല. TG ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ ശത്രുവിൻ്റെ ആയുധശേഷിയെക്കുറിച്ചും അതിൻ്റെ പ്രഹരശേഷി എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അത് വിവരമുള്ളവർക്കല്ലേ. വിവരം ഇല്ലാത്തവന് ഇത് അറിയേണ്ട കാര്യം. ഇപ്പോൾ അത് ഈ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന്, നമ്മുടെ ശത്രു ഇന്നയാളാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ ശക്തി ദൗർബല്യങ്ങൾ അറിഞ്ഞിട്ട് യുദ്ധം ജയിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടൊക്കെയുള്ള യുദ്ധം, രാജ്യരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള യുദ്ധം. മറ്റേത് ഭ്രാന്ത് കയറിയിട്ടുള്ള യുദ്ധം, കണ്ണിക്കണ്ടവനെ വെടിവെക്കുക, ആകാശത്തേക്ക് വെടിവെക്കുക, തോന്നിയ സ്ഥലത്ത് വെടിവെക്കുക. ആ ഭ്രാന്തിന് ഇതൊന്നും ആവശ്യമില്ല. അത് അവർ പറയുന്നതാണ്. അങ്ങനെ വരും, ഇങ്ങനെ വരും, അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർക്കും രാഷ്ട്രീയത്തിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റാണ് ഒരു സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവിനെ നയിക്കുക. അയാൾക്ക് ഇന്നത് ഞാൻ ചോദിക്കട്ടെ, ഇയാൾക്ക് ഇപ്പം നായിഡു ആയാലും നേരത്തെ പറഞ്ഞ ആരായിരുന്നാലും അവർക്കൊരു സംസ്ഥാനം ഭരിക്കാനുള്ള അവസരം കിട്ടുന്നു. അത് വിട്ടിട്ട് അവർ മറ്റൊരാൾക്കാർക്ക് വേണ്ടി പോകേണ്ട കാര്യം എന്താ ഉള്ളത്? പ്രധാനമന്ത്രിയാകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് തയ്യാറുമില്ല. ബംഗാളിൽ തകർപ്പൻ വിജയമാണ്. BJP ഒന്നും പ്രതീക്ഷിച്ചിരുന്നതല്ല. മമതയ്ക്കാണെങ്കിൽ അവർക്ക് പിൻഗാമിയായിട്ട് അനന്തരവൻ അഭിഷേക് ബാനർജി ഉണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രി ഒരു വിശ്വസിച്ചിട്ട് മുഖ്യമന്ത്രി സ്ഥാനം ഒരാളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പ്രധാനമന്ത്രി ആകാനായിട്ട് അവർക്കിപ്പോൾ ഒഴിവുണ്ട്. അവർക്ക് എന്തുകൊണ്ട് പ്രധാനമന്ത്രി ആയിക്കൂടാ? അവർക്ക് ആ മോഹമുണ്ടെങ്കിൽ അവർക്കൊരു കൈ നോക്കാവുന്നതാണ്. പക്ഷേ ഇത് ബേസിക്കലി ഞാൻ പറഞ്ഞില്ല സാർ, ഈ പോസിബിലിറ്റിക്കൊന്നും അർത്ഥമില്ലെന്ന്. കാരണം NDA ഭൂരിപക്ഷമായിട്ട് അതിനേക്കാളെല്ലാം അല്ല TG, ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. മമതയെ പ്രധാനമന്ത്രിയായിട്ട് സോണിയ അംഗീകരിക്കുക? പോയിന്റ് ബ്ലാങ്ക് ക്വസ്റ്റ്യൻ. ഇല്ല. ഈ സാർ ഇതിൽ മമതയെ അംഗീകരിക്കാത്തത് സോണിയാഗാന്ധി അല്ല, അത് ഞാനീ പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരുപാട് ഷാർപ്പ് എഡ്ജസ് ഉള്ള വ്യക്തിത്വമാണ് മമത. അവർ കൺസെൻസസ് കാൻഡിഡേറ്റ് ആയിട്ട് വരില്ല, അംഗീകാരം കിട്ടില്ല.
സോണിയാഗാന്ധി അവിടെ നിൽക്കട്ടെ, അവരുടെ വേറൊരു പ്രശ്നമാണ്. ബട്ട് കോമൺ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ആരോട് ചോദിച്ചാലും മമതയോ പണിയാകും കേട്ടോ, അവർ വേണ്ട എന്നായിരിക്കും പറയുന്നത്. ഇത് തന്നെ കാരണം ഇവർക്ക് ഷാർപ്പ് എഡ്ജസ് ഉണ്ട്. അപ്പോൾ സ്മൂത്ത് ഒരു ഈ പറഞ്ഞ മണഗുണാഞ്ചൻ മാത്രമേ പറ്റുള്ളൂ അവർക്ക് പ്രധാനമന്ത്രിയായിട്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പൊ അതിന് ആ ഒരു സവിശേഷതയുള്ളവർക്ക് ഇന്ത്യ മുന്നണിയിൽ ക്ഷാമം ഉണ്ടോ രാധാകൃഷ്ണ? ക്ഷാമമൊന്നുമില്ല, പക്ഷേ അവർക്ക് ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. കാരണം ഇവർക്ക് ഈ മണഗുണാഞ്ചൻ എന്ന് അദ്ദേഹം പറഞ്ഞവർക്കൊരു പ്രത്യേകതയുണ്ട്, അവരായിട്ടൊന്നും നടത്തില്ല, ഒന്നും ചെയ്യില്ല, മറ്റുള്ളവർ ചെയ്തു കൊണ്ടേ കൊടുക്കണം. റിസൾട്ടൻ ഡയറക്ഷനിലേക്ക് പോകും. ഒരാൾ ഇങ്ങോട്ട് വലിക്കും, മറ്റേ ആൾ അങ്ങോട്ട് തള്ളും, ഈ മൂപ്പര് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകും. അല്ല, അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ പതുക്കെ ഇരുന്നിട്ട് എല്ലാവരും പോയി കഴിയുമ്പോഴേക്കും അവിടെ വന്നിരിക്കും. കേരളത്തിൽ തന്നെ അതിന് എത്രയോ പേരുടെ ഉദാഹരണങ്ങളുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. ചേർത്തലക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നവരൊക്കെ ഉള്ളതല്ലേ. ഒന്നും മിണ്ടായിരിക്കുക, മിണ്ടായിരുന്നതിന് ശേഷം ഇത് വരുമ്പോഴേക്കും എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അത് നേടിയെടുക്കുക. അത് ചേർത്തലക്കാർക്ക് അങ്ങനെയൊക്കെ ചില കഴിവുകളൊക്കെ ഉണ്ടല്ലോ. അതാണ് ഈ സംശയത്തിൻ്റെ മുന കൂർപ്പിച്ച് ഞാൻ ആരിലും കൊണ്ടുപോയിട്ടില്ല. ഞാൻ ആലോചിച്ചിരുന്ന ഒരു സവിശേഷ വ്യക്തിത്വം അത്രേ അദ്ദേഹം. ഞാനത് ഉറപ്പിച്ചു അക്ഷരമാലാക്രമത്തിൽ രണ്ടാമതായിട്ട് വരുവാ. അദ്ദേഹം മറ്റേ അലൂമിനിയം പട്ടേലിനെ റീപ്ലേസ് ചെയ്ത ആളാണ് എന്ന് പറയാം. പക്ഷേ ഇത്രയുമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിതീഷിന് ആകാൻ കഴിയില്ല, മമതയ്ക്ക് ആകാൻ കഴിയില്ല, ചന്ദ്രബാബു നായിഡുവിന് ആകാൻ കഴിയില്ല. നമ്മളെക്കാൾ നന്നായി ഖാർഗെ ഇത് കൂട്ടിക്കുഴിച്ച് നോക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുമെന്ന്. അതാണ് ഒരു ചെറിയ തിരുത്ത് എന്താണെന്ന് മാത്രമേ അല്ല, ഒരു ചെറിയ തിരുത്തുണ്ട്. ഖാർഗെ പറഞ്ഞതല്ല, ഖാർഗെയുടെ മുതലാളിമാർ പറഞ്ഞത് ഖാർഗെ ആവർത്തിച്ചു, അത്രയേ ഉള്ളൂ. ഖാർഗെ ഒന്നും പറയാറില്ല. ഞാനിത്രേ പറയുന്നുള്ളൂ. ഈ ക്രിയാത്മകം എന്ന് പറയുമ്പോൾ എന്താണ് ആ ക്രിയ എന്ന് മാത്രമേ എനിക്കൊരു ഇവർ ലോക്സഭയിൽ ചില ക്രിയകൾ ചെയ്യുമല്ലോ, ആ ക്രിയ ഇതിനു മുമ്പ് ചെയ്തതാണെങ്കിൽ അത് മഹാകഷ്ടമാണ്. അതൊന്നും ഞാൻ മാടായിക്കാവിൽ ചെയ്തിട്ടില്ല, അതിനു വേണ്ടിയല്ല ഞാൻ കബനിയിൽ പോയത് എന്ന് കുമാരസ്വാമി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ചെയ്തത് കബനിയിലാണോ എന്നെനിക്ക് സംശയം ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.